അയ്യോ, നിങ്ങളുടെ ഔദാര്യം പറ്റാൻ മണ്ണൊന്നും അല്ല ഞാൻ. കിട്ടാനുള്ളതും കൊണ്ട ഈ വിശ്വം പോവും. ആണുങ്ങളില്ലാത്ത നേരത്തെ വീട്ടിൽ വന്ന് ബഹളം വെച്ചാലേ ഇവിടെ ചോദിക്കാനും പറയാനും ആരില്ലെന്ന് കരുതരുത് വിശ്വ. എനിക്കറിയാം നിങ്ങൾക്കൊക്കെ ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ടെന്ന്. പക്ഷെ ഞാൻ വന്നതേ അതിന്റെ കണക്കെടുപ്പിനല്ല, എന്റെ കുടുംബത്തിലേക്ക് കിട്ടാനുള്ള വാങ്ങിക്കാനാ. നിങ്ങൾ അവളെ വിളിക്കേ, ബാക്കി ഞാൻ അവളോട് പറഞ്ഞോളാം. പറയാനുള്ളതല്ല നീ പറഞ്ഞല്ലോ, ഞാൻ കേൾക്കുകയും ചെയ്തു. കുഴപ്പത്തിൽ നിൽക്കാതെ പോ വിശ്വ. ഓ പിന്നെ ഇത്രയും ദൂരം ഞാൻ വന്നത് വെറുതെ അങ്ങ് പോകാനെന്ന് കരുതിയോ? നിങ്ങൾ അവളെ വിളിക്കേ. എന്താ എന്താ പ്രശ്നം? താനാരാ? ഇത് ഞങ്ങളുടെ കുടുംബക്കാരിയാ, നിങ്ങൾ ഇതിനകത്ത് ഇടപെടണ്ട. ഓക്കേ, ഐ ആം സോറി. പെണ്ണുപിള്ളേ, എന്റെ സ്വന്തം അനിയനാ നന്ദു. അവന് പറ്റിയ ഒരേ ഒരു അബദ്ധമാണ് ഇവിടെ ഒന്ന് സംബന്ധം കൂടിയത്. മിലിറ്ററി ഓഫീസർ റാങ്കുള്ള ഒരുത്തന് വന്ന് കയറാൻ പറ്റിയൊരു വീട്. അവനെ കണ്ണും കൈയും കാണിച്ച് മയക്കെടുത്തിട്ട് വേണ്ട വേണ്ടെന്ന് അവനോട് 100 വട്ടം പറഞ്ഞതാ, കേട്ടില്ല. എന്നിട്ട് എന്തായി? താലി കെട്ടേണ്ട അന്ന് പന്തലിന്ന് തിരിച്ച് ജോലി സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു. പിന്നെ വെടികൊണ്ട് ചത്തുന്നൊരു ടെലഗ്രാമാ വന്നത്. താലി മാഹാത്മ്യം. ഒരു രാത്രി കൂടി അവൻ്റെ കൂടെ കഴിഞ്ഞിട്ടില്ല. എന്നിട്ടിപ്പോ അവന്റെ ചാവ് വിലയായി കിട്ടാൻ പോകുന്ന കാശ് വാങ്ങി സൂഹിക്കാൻ പോവാ. രൂപ 1 2 അല്ല, 30 ലക്ഷമാ. 30 ലക്ഷം തീറ്റിക്കാൻ ഞാൻ. വിശ്വ നിന്നോടാ പറഞ്ഞത്, നീ പോയി കുമാരേട്ടനുള്ളപ്പോ വാ. കുമാരേട്ടൻ സംസാരിക്കാൻ പറ്റിയ പാർട്ടി. എനിക്ക് അവളോട് സംസാരിക്കേണ്ടത്. വിളിക്കവിടെ, ഇല്ലെങ്കിൽ ഞാൻ വലിക്ക് പുറത്തേക്കിടും. മിസ്റ്റർ, നാണമല്ലേ തനിക്ക്? നഷ്ടപ്പെട്ടു പോയ ഒരു ജീവന്റെ പേരിൽ ഇങ്ങനെ വിലപേശാൻ? ഇവനാണോ അവളുടെ പുതിയ സംബന്ധക്കാരൻ, അതോ നിന്റെ രഹസ്യക്കാരനോ? നാടിനു വേണ്ടി ജീവൻ കൊടുത്തൊരു പട്ടാളക്കാരന്റെ ശവത്തിന് വില പറയുന്ന പരമനാറി നീ. വേണ്ട. എന്തറിയാം നിനക്കൊരു പട്ടാളക്കാരനെ കുറിച്ച്? നാടിന്റെയും നാട്ടുകാരുടെയും സുരക്ഷയ്ക്ക് വേണ്ടി സ്വന്തം സുഖങ്ങളെ മറന്ന് ജീവൻ പണയം വെച്ച് കാവലിരിക്കുന്നവനാ ഓരോ പട്ടാളക്കാരനും. അവസാനം വെടികൊണ്ട് ചാവുമ്പോ ആഘോഷമായിട്ട് ശവസംസ്കാരം നടത്തി വീരമൃത്യുവിന്റെ കടം വിട്ടും സർക്കാർ. ആ ചൂടാറുന്നതിന് മുമ്പ് തുടങ്ങും ബന്ധുക്കള് അവന്റെ ജീവന്റെ വിലയ്ക്ക് വേണ്ടി കടിപിടി കൂടെ. ഇവിടെ ചിലരൊക്കെ സഹായക്കാരായിട്ട് ചുറ്റിക്കറങ്ങുന്നുണ്ടെന്ന് കേട്ടിരുന്നു. അത് നമ്മളാണല്ലേ. ആ, ഇപ്പഴാ മനസ്സിലായത്. ധൈര്യമായിട്ട് മുട്ടിക്കോ, അവൻ തൊട്ടിട്ടില്ല, ഫ്രഷാ. നോക്കിക്കണ്ടെടുത്തോണ്ട് പോടോ. ഇവന് കിട്ടിയത് പോരാ. ചത്തുപോയ ഭർത്താവിന്റെ ചേട്ടനെ തല്ലിക്കാൻ ആളെ ഏർപ്പാടാക്കിട്ട് മാറിയെന്ന് രസിക്കുക അവള്. ഒരേട്ടൻ ഒരമ്മയുടെ മക്കളൊന്നും അല്ലല്ലോ. ജീവിച്ചിരുന്നപ്പോ നന്ദുവിനെ അമ്മയും നിങ്ങളുടെ അച്ഛൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? നന്ദു മരിച്ചപ്പോഴോ അടക്കം ചെയ്തപ്പോഴോ വരാത്തൊരേട്ടൻ ഇപ്പൊ കിട്ടാൻ പോകുന്ന പണത്തെ പറ്റി അറിഞ്ഞപ്പോ അവകാശം പറഞ്ഞു വന്നിരിക്കുന്നു. താലി കെട്ടിയെന്നൊരു ബന്ധം ഞാനും നന്ദും തമ്മിലുള്ളൂ. ശരിയാണ്, ആ അവകാശം പറഞ്ഞ് ഞാൻ തൃക്കങ്ങോട്ടേക്ക് വന്നിട്ടില്ലല്ലോ. പിന്നെ നന്ദുവിന്റെ മരണത്തിന്റെ പേര് കിട്ടുന്ന പണം, അതിനൊരു ചില്ലി കാശ് പോലെ എനിക്ക് വേണ്ട. അത് അർഹിക്കുന്നവർക്ക് തന്നെ കിട്ടും. നന്ദുവിന്റെ അമ്മയ്ക്ക്, നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയ്ക്കും ദൂർത്തടിക്കാൻ അത് കിട്ടുമെന്ന് കരുതണ്ട. മേലിൽ
ഈ ബന്ധത്തിന്റെ പണത്തിന്റെ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വരും വേണ്ട. Hey, take him. Come on, come on. Give it to headquarters. Okay? Good. It's true, sir. വിജയകരമായ ഒരു അറ്റാക്കിന് ശേഷം ഞങ്ങളിപ്പോൾ അടുത്ത മൂന്നുള്ള ഓർഡറും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പല്ലും നഖങ്ങളും മറച്ചു വെച്ചിരിക്കുന്ന ഒരു യക്ഷിയെപ്പോലെ സുന്ദരമാണ് ഈ സ്ഥലം. പ്രിയപ്പെട്ട വിമല, അടുക്കും മുമ്പേ നിന്നെ വിട്ട് പോരേണ്ടി വന്നെങ്കിലും മനസ്സ് നിന്നെ ചുറ്റിപ്പറ്റി അവിടെ തന്നെയുണ്ട്. താൻ എനിക്ക് വേണ്ടി പ്രാർത്ഥനയിലായിരിക്കുമെന്നറിയാം. നമ്മുടേത് മാത്രമായ നിമിഷങ്ങൾക്കായി കൊതിയോടെ കാത്തിരിക്കുന്നു എന്ന് നിന്റെ മാത്രം നന്ദു. നിന്റെ ചരക്കിന്റെ ഫോട്ടോ ഞാനൊന്ന് കാണട്ടടാ. അങ്ങനെ ഇപ്പൊ കാണണ്ട. സാറില്ലടാ, നീ എൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ഭാര്യയുടെ പ്രസവം അറിഞ്ഞിട്ടാണ് ഞാൻ ലീവിന് പോയത്. മാസം തികയാതെ അവൾ പ്രസവിച്ച് കുട്ടിയൊന്നും എടുക്കാൻ പോലും പറ്റാതെ ഇൻക്യുബേറ്ററിൽ കിടക്കുന്നത് കണ്ടോണ്ടാ ഞാൻ പോകുന്നു. ഇതൊക്കെ നമ്മൾ പട്ടാളക്കാർക്ക് പറഞ്ഞിട്ടില്ലാടാ. താലി കെട്ടിയതേ ഉള്ളൂ പീറ്റേട്ടാ. പന്തലിൽ നിന്ന് ഇറങ്ങി പോന്നതാ. അവളെ ശരിക്കൊന്ന് കണ്ടത് കൂടിയില്ല. नंदू सर, आराम का समय खत्म, अगला जगह के लिए Yes, sir. Yes, sir. पीटर जल्दी. चारों तरफ देखो, अपने अपने पोर्शन ले लो. जल्दी चल. पीटर, 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 सर, पीटर. पीटर, पीटर, पीटर. चलो सब लोग चलो यहाँ से. पीटर, Come on, come on. पीटर, पीटर. Come on, I say, come on. सर.
जल्दी जल्दी बोल, इसके साथ वाला बाकी हरामिया कहाँ है? जल्दी बोल, नहीं तो सबको गोली मार के उड़ा दूंगा। बोल। अबे वो लंगड़े, तू तो बोल, नहीं तो तेरी दूसरी टांग भी तोड़ दूंगा। बोल। सब ले चला। Papa for Tiger. Target engaged. 2 border killed. 1 casualty 1. Operation still on. Detailed report follows. Over. बोल। नंदू, छोड़ो उसको. अपने आप को संभाल करो. Alone ചെയ്യരുത്. മാറുക. No, ഇവർക്കറിയാം അവന്മാർ എവിടെ ഒളിച്ചിരിക്കുന്നെന്ന്. നമ്മൾ ദേ കാണിച്ച ഇവറ്റകൾ വായ തുറക്കില്ല. രണ്ടെണ്ണത്തിന്റെ നെറ്റി ഒളിച്ച ഇവളുമാർ സത്യം പറയും. നന്ദു, നിരായുധരെ വധിക്കാനും ആക്രമിക്കാനും നമുക്ക് അധികാരമില്ല. उन लोगों को कहां छुपा के रखा है? मैं आखिरी बार बोल रहा हूं, नहीं तो इसको गोली मार के उड़ा दूंगा। Nandu, put your gun down. Put your gun down. സമയം ഒരുപാടായി. നിയോഗിക്കാം. പിന്നെ എന്താണ്? വല്ലാത്തൊരു ജീവിതമാണ് നമ്മൾ ഈ പട്ടാളക്കാരുടെ. ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവരെ ശത്രുവാണെന്ന് മനസ്സിൽ വിചാരിച്ച് വെടിവെച്ചു കൊല്ലുന്നവർ. അവരെ കൊന്നുകൂട്ടിന് കിട്ടുന്ന വീരശൃംഖലകൾക്കൊന്നും പട്ടാളക്കാരന്റെ മനസ്സിൽ തീയണക്കാനാവില്ലടാ. ജീവന്റെ അവസാന തുടിപ്പിലും ദയനീയമായി നോക്കുന്ന കണ്ണുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൊന്നൊരു ശത്രുതയില്ല, പകയുമില്ല. ഏത് വേഷം കെട്ടിയാലും എവിടെ പോയി ഒളിച്ചാലും നിമിഷ നേരം കൊണ്ട് കൺമുമ്പിൽ തെളിഞ്ഞു വരും. വിടില്ല, ജീവിതാന്ത്യം വരെ വിടില്ല. അണ്ണാ, സമയം ഒരുപാടായി, നമുക്ക് താഴെ പോവാം. നീ എന്നെ സമയത്തെ കുറിച്ചൊന്നും പഠിപ്പിക്കണ്ട. അതോ ഞാൻ വല്ല മദ്യവെച്ച് മതോന്മത്തനായി വല്ല ധാരണയുണ്ടോ നിനക്ക്? അതല്ല അണ്ണാ, വാ. നീ പൊയ്ക്കോ, ഞാൻ ഇന്ന് മുഴുവൻ ഇവിടെ ഇരിക്കാൻ പോവാ. അണ്ണൻ വാ. പൊയ്ക്കോടാ. Good night. ഇവിടെ വെച്ച് കണ്ടത് നന്നായി. ക്യാമ്പിൽ വന്ന് കാണാൻ ചെറിയൊരു ചമ്മലുണ്ടായിരുന്നു. ഇന്നലെ ഒരു സോറി പോലും പറയാൻ പറ്റിയില്ല. അയ്യോ, അതിന് മാപ്പ് ചോദിക്കേണ്ടത് ഞാനല്ലേ? വിമലയുടെ കുടുംബകാര്യങ്ങൾ ഇടപെട്ടതിന് ഒഴിഞ്ഞു മാറാൻ പരമാവധി ശ്രമിച്ചു നോക്കിയതാ. പക്ഷെ നിയന്ത്രണം വിട്ടു. വിമലയെ ആദ്യം കണ്ടപ്പോഴോ പിന്നീട് പരിചയപ്പെട്ടപ്പോഴോ ഒന്നും ഇങ്ങനെ ഒരു ദുരന്തം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളാണെന്ന് തോന്നിയതേ ഇല്ല. ഒരു വിധവയുടെ ദുഃഖം മുഖത്തണി നടന്നിട്ട് എന്തിനാ? എന്നെ സ്നേഹിക്കുന്നവരെ കൂടി സങ്കടപ്പെടുത്താനോ? അല്ലെങ്കിലും നന്ദു മരിച്ചെന്നറിഞ്ഞപ്പോ എനിക്ക് സങ്കടമാണോ തോന്നിയെന്നൊന്നും അറിയില്ല. ഒരുതരം മരവിപ്പായിരുന്നു. ഇഷ്ടപ്പെടാൻ മനസ്സൊരുങ്ങും മുമ്പേ നഷ്ടപ്പെട്ടില്ലേ? ലീവ് ക്യാൻസൽ ചെയ്ത് തിരിച്ചു ചെല്ലാനുള്ള അറിയിപ്പ് കിട്ടിയത് കല്യാണത്തലേന്നാ. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതുകൊണ്ട് ചടങ്ങ് നടത്തിയെന്ന് മാത്രം. കല്യാണപ്പന്തലിൽ നിന്നാ നന്ദു ഇറങ്ങിപ്പോയത്. ശരിക്കൊന്ന് പരിചയപ്പെട്ടതുകൂടിയില്ല. സങ്കടമുണ്ട്. അത് പക്ഷേ വിധവയാകേണ്ടി വന്നോണ്ടൊന്നുമല്ല. നന്ദുവിന് സംഭവിച്ച ദുരന്തത്തിന് കാരണം എന്റെ നിർഭാഗ്യമാണല്ലോ എന്നോർത്തിട്ടാ. ഒരു ദുരന്തവും ജീവിതത്തിന്റെ അവസാനമാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഹിരോഷിമയിലും നാഗസാക്കിലും പിന്നെ ജീവിതമേ ഉണ്ടാകാൻ പാടില്ലല്ലോ. എല്ലാം അവസാനിച്ചൊന്ന് കരുതുന്നിടത്ത് വീണ്ടും പുതിയ പ്രതീക്ഷകളുണ്ടാവും. വരട്ടെ, 1-2 അടുത്തൂടി കളക്ഷന് പോകാനുള്ളതാ. ശരി.
നോക്കട്ടെ ഒരു കളി. സത്യം പറ, അച്ഛൻ എവിടെ? അറിയില്ല. കള്ളം പറയരുത്. അച്ഛൻ എവിടെയെന്ന് പറഞ്ഞില്ലെങ്കിൽ കള്ളം വായിക്കും. സത്യം പറ, അച്ഛൻ എവിടെ? അച്ഛൻ എവിടെ? സത്യം പറ. അടിച്ചിന്റെ കാരണം പറ്റിക്കും, മനസ്സിലായി? മിഠായിയോടെ അയ്യോ, എന്താ സാറേ? നിനക്കൊന്നും അറിയില്ലല്ലേ? പണിക്കരുടെ കബഡി സഞ്ചി വാരി അവൻ ഓടിയത്. അവൻ എന്റെ കയ്യിൽ കിട്ടിയ പിഴിഞ്ഞ് ഞാൻ ചാറ് കുടിക്കും. അകത്തൊളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മര്യാദക്ക് വിളിക്കേ. ഈ കുട്ടികളാണ് സത്യം, ഇവിടെ ഇല്ല സാറേ. അവന്റെ അല്ലേ കുട്ടികള്. മോള് കരയണ്ട, സാർ ഒന്നും ചെയ്യില്ല. അച്ഛൻ എവിടെയെന്ന് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോ ചെയ്യും. പണിക്കർക്ക് തലമുറകളായി കൈമാറി കിട്ടിയ കബഡിയാ. കബഡിയില്ലാതെ അയാളുടെ പ്രവചനം തെറ്റിയിരിക്കുക. എന്റെ പ്രമോഷന്റെ കാര്യം പ്രവചിക്കാമെന്ന് ഏറ്റിരുന്നതാ. അതിനിടയിലല്ലേ അയ്യോ അവന്റെ കബഡി വാരി ഓട്ടം. സത്യമായിട്ട് എനിക്ക് അറിയില്ല സാർ. പൊക്കിള്ളിയിട്ട് 14 ഇഞ്ചക്ഷൻ എടുത്തൊരു സബ് ഇൻസ്പെക്ടറാണ് ഞാൻ. എന്നെ വെറുതെ പേ പിടിപ്പിക്കരുത്. ഞാനിപ്പോ പോകുന്നു. പണിക്കർ തല്ലിയേനും സ്ട്രീറ്റ് ലൈറ്റ് പൊട്ടിച്ചേനും പരാതി വേറെ കിട്ടിയിട്ടുണ്ട്. അവൻ ഇവിടെ എത്തിയാലുടെ സ്റ്റേഷനിൽ ഹാജരാവാൻ പറയണം. ഇല്ലെങ്കിൽ പ്രകൃതി വിരുദ്ധത്തിന് കേസെടുത്ത് ഞാൻ അകത്ത് തള്ളും. പ്രകൃതി വിരുദ്ധം അല്ല സാർ, സാമൂഹ്യ വിരുദ്ധം. രണ്ടും ഒന്ന് തന്നെ. നല്ല തുടുത്ത തേങ്ങ. ഈ കള്ളൻ ഭാസ്കരനൊന്നും ഇതുവഴി വരാറില്ലല്ലേ?